അപ്പം മേടിച്ചു വല്ല 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ. എനിക്കാണ് PT സാറിനെ കാണുമ്പോൾ തന്നെ വളർന്നു. എൻ്റെ കഷ്ടകാലത്ത് ഞാനത് ഗ്രഹിക്കുകയും ചെയ്തു. ഈ കൊച്ചങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോയുടെ അപ്പനാ. അപ്പൻ ചെയ്യുന്നവരൊക്കെ ചെയ്യാൻ ഏത് കൊച്ചങ്ങളും ആഗ്രഹിക്കണവേ. അതിന് അതുങ്ങളെ കുറ്റം വന്നിട്ട് കാര്യമില്ല. നീ എൻ്റെ മൂത്ത മകൻ സണ്ണിയെ കണ്ടില്ലയോ? അവൻ്റെ മൂത്ത ഒരു മോളുണ്ടായിരുന്നു എനിക്ക്, സെലീന. അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നേച്ചും പറഞ്ഞു, സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടിയാവാൻ അവളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ടീച്ചർമാരെ കുറ്റം പറ്റിട്ട് കാര്യമില്ല. കൊച്ചിനെ കാണാനും നല്ല ചിലായിരുന്നേ, അവളുടെ തള്ളയെ പോലെയാ. അപ്പൊ ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചെല്ലനുമൊക്കെ ആയിട്ട് ഒരു 1300 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത വൈകിട്ട് പറഞ്ഞു, കാശയിലുമില്ലാത്ത മണവാട്ടി അവനെ ആയാൽ മതി എന്ന് പറഞ്ഞു. കൊച്ചു വാശി പിടിച്ച് കുറെ കരഞ്ഞു. അവളുടെ തള്ളയാവുന്നതും പറഞ്ഞു. ആ കൊച്ചവരോട് ആഗ്രഹിച്ചല്ലേ നിങ്ങൾക്കൊരു 300 രൂപ കൊടുത്തുകൂടെ? ഞാൻ അന്നേ ഇറക്കീസാ. ഞാൻ കേട്ടില്ല. അവസാനം കലോത്സവത്തിൻ്റെ അവള് കയറി വെച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാവരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന പോക്കിൽ ആ ഓട്ടോയിലൊരു പ്രൈവറ്റ് ബസ് വിളിച്ചു. ഒരു ദിവസം ബോധമില്ലാതെ എൻ്റെ കൊച്ച് ICU കിടന്നു. ഞാൻ ചങ്ങൻ തന്നെയോട് ചെന്നു. എപ്പോഴും ഓർമ്മ വന്നപ്പം എൻ്റെ കൊച്ചിൻ്റെ കയ്യെ പിടിച്ച് ചോദിക്കുക, പപ്പ എന്നെ അറിയുമായിരുന്നേ, ഇരിക്കുന്നല്ലോ വരുമായിരുന്നു. അതും പറഞ്ഞ് പിറ്റേന്ന് എൻ്റെ കൊച്ചു പോയിടവേ. അന്ന് പോലെ ഞാൻ ഈ മുസ്ലിം കലാളൊന്നും വിളിച്ചാൽ പോവുകയില്ല. കൊച്ചങ്ങളെ വിളിച്ചാൽ പോവുക. എനിക്ക് മണവാട്ടിലെ കണ്ടുവയ്ക്കാൻ വലിയ പ്രയാസമാണ്. എൻ്റെ കൊച്ചവരോട് ആഗ്രഹിച്ചുള്ളവേ ആ വേഷത്തിലൊന്നും നിൽക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊച്ചങ്ങളെല്ലാം ആഗ്രഹം പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ സഹായിച്ചു കൊടുത്തേക്കും. വലുതായാൽ പിന്നെ കൊച്ചങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളവേ. അതുകൊണ്ട് ഈ കൊച്ചു പറയുന്നത് എന്നാന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ സഹായിച്ചു കൊടുക്കും. അത് മെഡലാണെങ്കിൽ മെഡല്, മാലായി ആണെങ്കിൽ മാലാക. താങ്ക് യു.